ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ അടിപൊളി കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. ഇത് നമ്മുടെ ചുണ്ടൊക്കെ ആണെങ്കിൽ കറുത്തിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ടല്ലേ. നമ്മളിങ്ങനെ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മുടെ മുഖം ഒന്ന് നോക്കാറുണ്ടല്ലോ. ചുണ്ട് ചുവപ്പാണോ പുരികത്തിന് കറുപ്പാണോ എന്നൊക്കെ നമ്മളെല്ലാവരും ചെന്ന് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ ഒന്ന് ചുമപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയിൽ നിന്ന് 1-2 കൂട്ടമൊക്കെ നമുക്ക് എടുത്തിട്ട് എന്തോ ചെയ്യണം, അതിൻ്റെ ചാറൊക്കെ ഞെക്കി പിഴിഞ്ഞ് നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറുക്കിയെടുത്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇന്ന് കുറുക്കിയൊന്നും എടുത്തതല്ല സുപ്പ് എടുത്ത് വെച്ചേക്കുന്നത്. കുറുക്കി ഞാൻ വെച്ചിരുന്നല്ല, അങ്ങ് തീർന്നു പോയി. അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് പക്ഷേ രാവിലെയും വൈകിട്ടും ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ചാറെടുക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക, തേക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ചുണ്ട് ചുമപ്പിക്കാം. അപ്പോൾ 2 ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. നമുക്ക് ബീട്രൂട്ട് കൂട്ടനെ കിട്ടുമല്ലോ പച്ചക്കറിക്കകത്ത്. അപ്പോൾ അവൻ്റെ കുറച്ച് ചാറ് ഊറ്റി പിഴിഞ്ഞോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ നാരങ്ങാക്കുട്ടൻ അപ്പുറത്തിരിപ്പുണ്ട്. ആ നാരങ്ങാക്കുട്ടൻ്റെ ഇച്ചിരി ചാറും കൂടെ എടുത്ത് ഇത് മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ഇട്ട് നോക്കിക്കേ. നല്ല ചുമപ്പ് കിട്ടും നമ്മുടെ ചുണ്ടിന് കേട്ടോ. പിന്നെ നമുക്ക് ഒത്തിരി ചുണ്ട് ചുമപ്പ് ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചേക്കുന്ന രാവിലെ വൈകിട്ട് ഇവനെ തന്നെ അങ്ങിടാം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇച്ചിരി അകത്തോട്ട് പോയാലും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ബീട്രൂട്ടൊക്കെ നമുക്ക് കഴിക്കാം, നാരങ്ങ നീര് എല്ലാം കഴിക്കാവുന്നതല്ലേ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് വേണം. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇടരുതെന്നും ഞാൻ പറയത്തില്ല കേട്ടോ. നമുക്കിപ്പം നമ്മൾ പണ്ടത്തെ കാലത്തല്ല ജീവിക്കുന്നത്. ഇപ്പം പുതിയ ന്യൂ ജനറേഷനാണ് കേട്ടോ നമ്മളൊക്കെ. അപ്പോൾ ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ നമുക്കാകാം അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ആകാം. പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടെന്നും പറഞ്ഞു നാട്ടുകാർ നമ്മളെ കുറ്റം പറയും. അവള് കണ്ടില്ലേ ചുണ്ടിൽ ചോപ്പൊക്കെ അടിച്ച് നടക്കുന്നു. അത് അവരുടെ കാശും കൊണ്ടല്ലല്ലോ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ചുണ്ടിൽ തേക്കുന്നത്. ആണോ? അല്ല, നമ്മൾ പൈസയും കൊണ്ടാണ് നമ്മൾ പോയി പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല കമ്പനിയുടെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് ഇടാൻ നോക്കണം. അല്ലെങ്കിൽ ചുണ്ടൊക്കെ പന്നലായി പോകും കേട്ടോ. നല്ല കമ്പനിയുടെയൊക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് തേക്കാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന നാട്ടുകാരൊന്നും നമുക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ പൈസ തരുന്നില്ല. അപ്പോഴിടയ്ക്കൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇപ്പം അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് പുറത്തിറങ്ങാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചുണ്ട് ചുമപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് 2 പേരെ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നല്ല കളറുള്ള നമ്മുടെ ബീട്രൂട്ട് നീര്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ നാരങ്ങക്കുട്ടൻ്റെ കുറച്ച് നീര്, അവൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടൊക്കെ കറുപ്പൊക്കെ മാറി നല്ല ചുമന്ന ചുണ്ട് നമുക്ക് കിട്ടും. നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നേ, അതുകൊണ്ടാക്കാം. ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്താ കളർ! ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഇന്നാൾക്ക് ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് നീരും നെയ്യും എല്ലാം കൂടെ വെച്ച് ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് തുടർച്ചയായിട്ട് ഇട്ടായിരുന്നു ഞാൻ. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളിതൊക്കെ ഇച്ചിരി ഇതൊക്കെ ഇടാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ബീട്രൂട്ട് നീരും കൊണ്ട് ഞാൻ കുറുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഞാൻ അന്ന് ചെയ്തത് നെയ്യ് വെച്ചാണ്. നെയ്യും ഇതും കൂടെ ബീട്രൂട്ടിൻ്റെ നീരും കൂടെ കുറുക്കിയാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്. ഇത് പക്ഷേ നമുക്ക് പച്ചയായിട്ട് തന്നെ നമുക്കിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നും പറഞ്ഞ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട, നമ്മൾ ഓടിച്ചിട്ടടിക്കും വീട്ടുകാരെ. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ചെടുക്കണം കേട്ടോ. നല്ല മാറ്റം കിട്ടും നമ്മുടെ ചുണ്ടിന്. പിന്നെ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, എനിക്കും ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ചുണ്ടൊക്കെ വെടിച്ച് കയറുമ്പോൾ ആ തോലൊക്കെ ഇങ്ങനെ വല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ
ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കും നമ്മുടെ പല്ല് വെച്ച്. അതൊക്കെ വലിയ കുഴപ്പങ്ങളാട്ടോ. ഞാനും ചെയ്യുന്നതാണ്, ഇപ്പോഴും സ്ഥിരം ചെയ്യുന്നതാണ് സത്യം കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രാവിലെ ഇച്ചിരി നെയ്യോ എന്തെങ്കിലും തൂത്ത് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയെ. നാരങ്ങ നീരും ബീട്രൂട്ടിൻ്റെ നീരും അകത്ത് പോകുന്നത് ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഇച്ചിരി പുളിയും ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കളർ. ഇന്ന് ഞാൻ എടുത്ത ബീട്രൂട്ടിന് നല്ല കളറുണ്ട്. ഇതേ കൈയൊക്കെ ചുവന്നിരിക്കുന്നുണ്ട്, നല്ല കളറുണ്ട്. ഇതെടുത്ത് നമുക്ക് ചെയ്യാം അല്ലേ. ബാക്കി ഇരിപ്പുണ്ട്, ഇച്ചിരി മതിയല്ലോ, ഒരു പീസ് മതി കേട്ടോ ഈ നീരെടുക്കാൻ. പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചോളൂ, ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചോളൂ. ചെറിയൊരു ബോട്ടിലിനകത്ത് അഴുക്കാവത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ പരലാവത്തില്ല. നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത്രയും മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടേ ഇരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. നല്ല കളറില്ലാത്തവർ ചുണ്ടിന് കളർ മൊത്തത്തിൽ കളറടിച്ചെൻ്റെ കൂട്ടായിപ്പോയില്ലേ. ചുണ്ടിന് കളറില്ല, പന്ന ചുണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ. ചിലരുടെയൊക്കെ താമര ചുണ്ട് മതി, നല്ല രസമാണ് ചുണ്ടൊക്കെ. നമ്മുടെയൊക്കെ എന്തോ മാതിരിയൊക്കെ ഇരിക്കുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ചിലരുടെയൊക്കെ ചുണ്ട് നല്ല രസമല്ലേ കാണാൻ, നല്ല രസമാണ് കാണാൻ. ഇതെൻ്റെ പുതിയ ഇതാട്ടോ തോലൊക്കെ കേട്ടോ. പഴയ തോലൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അതിനൊക്കെ ഓരോ ട്രിക്കലുണ്ട്, അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞോണം. ചുണ്ടിൻ്റെ പഴയ തോലൊക്കെ എടുത്ത് കളയാൻ പറ്റിയ ട്രിക്കുകൾ നിങ്ങൾ സുപ്പുവിനോട് ചോദിച്ചാൽ മതി. സുപ്പു പറഞ്ഞു തരുന്നതാണ്. 1 മിനിറ്റ്. ദൈവമേ, ഈ ചിക്കൻ തേച്ചിരിക്കുകയാണ്. ഈശ്വരാ രക്ഷപ്പെട്ട് ഇന്ന് മുഖത്ത് വാരി തേക്കാതെ നിന്നതാണ് കേട്ടോ. വെള്ളത്തിന് വന്നതാണ്. നമ്മുടെ സൈറ്റിലേ ജോലിക്കാരുണ്ട്, അപ്പോൾ അവർ വെള്ളത്തിന് ചിലപ്പം വരും. അവർ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടുപോയി. എന്തായാലും മുഖത്ത് വാരി തൂക്കില്ല ഞാൻ. എനിക്കെന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങനെ അറിയത്തില്ലേ, ചുവപ്പൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് മൈൻഡ് ചെയ്തില്ല. പാവം, എന്തായാലും മുഖത്തല്ലാതായിപ്പോയി. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് കേട്ടോ. നല്ല നല്ല രസമായിട്ടോ. പറഞ്ഞു വന്ന കാര്യം എന്താ, നമ്മുടെ ആ സ്കിന്ന്, നമ്മുടെ ചിലർക്കൊക്കെ ഈ കറുത്തിരിക്കുമല്ലോ ഈ ചുണ്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അല്ല, ചുണ്ടിൻ്റെ തന്നെ ആ തോലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറുത്തിരുന്നിട്ട് വെടിച്ച് കീറിയിരിക്കുക. അപ്പോഴാണ് നമുക്കൊരു വൃത്തികേടായിട്ട് അത് തോന്നുന്നത്. അപ്പോഴതൊക്കെ മാറ്റാനുള്ള കിടിലൻ സൂത്രങ്ങൾ സുപ്പുവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ എടുത്ത് നിങ്ങളെ ഇതിപ്പം ചെയ്ത് കാണിച്ചത്. നമ്മുടെ അതൊക്കെ പോയിരിക്കുക. പുതിയ തോലൊക്കെ കിളിച്ച് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ചുണ്ടൊക്കെ നല്ല ചുമന്നിരിക്കും. അതിൽ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ആയിക്കോ ഇതിൽ എന്താ നമ്മുടെ ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്, ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്കല്ലേ അറിയത്തുള്ളൂ ഈ ബുദ്ധി. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഉടായിപ്പോണി ഇങ്ങനെ ചെയ്താണ് നമ്മുടെ ചുണ്ടി ഇത്ര ചുമന്നത്. അപ്പോഴെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും. എന്നാലും ഇന്ന് ഞാനിതൊന്ന് എന്തായാലും ഞാനിരുന്ന് കുത്തിയിരുന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തന്നൂന്ന് മാത്രം. ഇതൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും അല്ലേ, അറിയാമായിരിക്കാം. ഒരുപാട് സൂത്രങ്ങളുണ്ട് കേട്ടോ. പിന്നെ എന്താ പുക വലിക്കുന്ന ഇതല്ല, കുടിക്കുന്ന ചേട്ടന്മാരുടെ അല്ല, പുക വലിക്കുന്ന ചേട്ടന്മാർക്കും എന്താ ഈ ചുണ്ടൊക്കെ കറക്കിയിരിക്കും. ആ ചേട്ടന്മാർക്കൊക്കെ ചേച്ചിമാർ ചെയ്തു കൊടുത്തോളും. ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ കേട്ടോ. അടി കിട്ടാതിച്ച് മാറി നിന്ന് വേണം ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞില്ലെന്ന് ഇല്ലെങ്കിൽ പറയണം, ആ സുപ്പ് പറഞ്ഞു തന്നതാ ചേട്ടന് ഉറങ്ങുമ്പോൾ ഇങ്ങനെ തേച്ച് തന്നാൽ മതി. സുപ്പ് പറഞ്ഞെന്നങ്ങാണ് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ചിത്രൂത്തൊക്കെ ഓട്ടം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴും അടി കിട്ടത്തില്ല കേട്ടോ. ആ സത്യം. ഞാൻ ഇങ്ങനെ ഈ സിഗരറ്റ് വലിക്കുന്ന ചേട്ടന്മാരുടെ ചുണ്ടൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. സിഗരറ്റ് വലിക്കുന്ന ചേട്ടന്മാരുടെ ചേച്ചിമാർക്ക് അറിയാതിരിക്കാം കേട്ടോ. അല്ലേ ചേച്ചിമാരെ പറയണേ, അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പഞ്ചസാരയുടേതൊക്കെ ഉണ്ട്, ഒത്തിരി ടിപ്പുകളുണ്ട് നമുക്ക് നമ്മുടെ ചുണ്ട് നല്ല വൃത്തിയാക്കാൻ, ഇതേപോലെ കളറൊക്കെ ആവാൻ. അപ്പോൾ
കൂടുതൽ ലിപ്സ്റ്റിക്കൊന്നും തേക്കേണ്ടാന്ന് സുപ്പ് പറയുന്നത്. അത്യാവശ്യം ഒന്ന് തേച്ചോളൂ, എപ്പോഴും നമ്മൾ തേക്കേണ്ട. പിന്നെ നല്ല കമ്പനിക്കാരുടെയൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി തേക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ ചുണ്ട് വേണ്ടതാണ്. അഥവാ ഞാൻ തേക്കുകയാണെങ്കിലും പെട്ടെന്ന് ഞാനങ്ങ് തൂത്തുകളയും കേട്ടോ. അങ്ങനെ അങ്ങ് എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തില്ല. ഇപ്പം പിന്നെ ശരിയൊക്കെ ഞാൻ തേക്കുമ്പോൾ സത്യമായിട്ട് നിങ്ങളാണ് സത്യം. എന്തിനാ കളത്തരം പറയുന്നത്? വല്ലപ്പോഴും ഒക്കെ ഞാനും തേക്കാറുണ്ട് കേട്ടോ. സത്യം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല കളറില്ലേ? ക്യാമറയ്ക്കകത്ത് അത്ര ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കളറ് നല്ലതായിട്ട് വന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. അതിനെന്താ ചെയ്യണം? രാവിലെ മക്കളന്മാരെയൊക്കെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടാൻ നമ്മൾ അടുക്കളയിൽ കയറുമല്ലോ. അപ്പോഴിച്ചിരി ബീട്രൂട്ട് നീര് ഇച്ചിരി എടുക്കുക, നാരങ്ങ നീര് ഇച്ചിരി പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഇത് ഉണങ്ങുമ്പോൾ ഇച്ചിരി നേരം ഇച്ചിരി ഒരു 10-11 വരെ നിങ്ങൾ ഇത് ഉണങ്ങുമ്പോൾ ഇങ്ങനെ തേച്ചോളൂ കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേന് നല്ല കളറ് കിട്ടും നമുക്ക്. നമ്മുടെ ചുണ്ട് സത്യമായിട്ട് വന്നേ ഒരു 2-3 ദിവസം നിങ്ങൾ അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കിയിട്ട് സുപ്പുവിനെ വിവരം അറിയിക്കുക കേട്ടോ. സുപ്പിനെ വിവരം അറിയിക്കണം. സുപ്പിയെ നല്ല റിസൾട്ടുണ്ട്. ഞങ്ങളുടെ ചുണ്ടിൻ്റെ കളറൊക്കെ മാറി നല്ല കളറായെന്ന് പറയുമോ നിങ്ങളൊക്കെ? പറയണം കേട്ടോ. ഞാൻ ആ ഒരു പ്രതീക്ഷയില നിങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് വിവരങ്ങൾ വിളിച്ചു പറയുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആ സുപ്പും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു ടിപ്പാണ്, എല്ലാവർക്കുമൊക്കെ അറിയായിരിക്കും. അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്ന് പോകുന്നുണ്ടായിരിക്കും നമ്മുടെ വീഡിയോയ്ക്കകത്ത് കേട്ടോ. അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതാണ്. ഒരുപാട് വിദഗ്ധരായ ബ്യൂട്ടീഷ്യന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ചിലപ്പം കാണുമായിരിക്കും. എന്നാലും എല്ലാവർക്കും ചില ടിപ്പൊന്നും അറിയത്തില്ലായിരിക്കാം കേട്ടോ. അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞു ടിപ്പൊന്ന് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സുപ്പിൻ്റെ കയ്യിൽ കുഞ്ഞു ടിപ്പുകളൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ ടിപ്പ് എടുക്കാൻ വയ്യാത്ത ടിപ്പുകളൊന്നും സുപ്പിൻ്റെ കയ്യിലില്ല. ഈ കുഞ്ഞു ടിപ്പുകളായിട്ടാണ് സുപ്പ് എന്നും വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ സത്യം നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുണ്ട്? എനിക്ക് വേറെ ആരുമില്ല കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. സത്യം വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ചിലരുടെയൊക്കെ വീഡിയോയും ഒക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കൊന്നും ഒരു വിഷമവും ഇല്ലെന്നേ. സത്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ അവരുടെയൊക്കെ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്കൊക്കെ എന്ത് വിഷമമുണ്ടെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊന്നുമില്ല കേട്ടോ. അക്കണക്കിന് നമുക്കൊന്നുമില്ല. സത്യമല്ലേ? പിന്നെ ഒരുപാട് നമ്മളൊരു പ്രാർത്ഥന ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സത്യമല്ലേ? ഞാൻ അങ്ങനെയൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സങ്കടമൊക്കെ വരുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, ധൈര്യത്തോടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുതുകിലൊക്കെ ഒരു തട്ടുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമെന്ന് അറിയാമോ? സത്യമായിട്ട് വന്നേ സങ്കടത്തിൽ നിനക്ക് ഞാനുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എന്താ സന്തോഷം. സത്യമല്ലേ? അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സുപ്പിനോട് ആവശ്യപ്പെടാം. ലൈവ് മാത്രം ആരും ആവശ്യപ്പെടാൻ എനിക്കത് പേടിയാണ്. സത്യമായിട്ടാണ് ഞാൻ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം. ഒരുപാട് കൂട്ടുകാർ എന്താ സുപ്പു ലൈവ് ഇടാത്തേ എനിക്ക് പേടിയാണ് കേട്ടോ. സത്യമായിട്ടാണ്. നമ്മൾ ഓരോരുത്തരുടെ ലൈവിൽ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ദൈവമേ എന്താ ഓരോരുത്തരിങ്ങനെ ഓരോ കമൻറ്റ് സത്യം സങ്കടം വരും. ചിലപ്പോൾ ഫാമിലി ഫുള്ളായിട്ട് ഇരുന്നായിരിക്കും ചിലപ്പോൾ അവർ ലൈവ് ഇടുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു തെമ്മാടി വന്നാൽ ഒരു വല്ലാത്ത രീതിയിൽ നിന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ. അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്നിങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും അത് കാണുകയൊക്കെ ചെയ്യുന്നതല്ലേ. എനിക്കതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാനതുകൊണ്ടാണ് ലൈവ് ഇടാത്തത് കേട്ടോ. എനിക്ക് പേടിയാണ്. നമ്മുടെ വീഡിയോക്കകത്ത് ലൈവ് മാത്രമില്ല, ബാക്കിയെല്ലാം ഷോർട്ട് കുഞ്ഞു ഷോർട്ട്. സുപ്പ് വന്നെങ്കിൽ സത്യം പറഞ്ഞ ചിരി വരും. എനിക്കിപ്പോൾ ഡാൻസ് നന്നായിട്ടൊന്നും എനിക്ക് പാട്ടറിയത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ അറ്റവും മുറിയും മൂലയൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് പോയ ഷോർട്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മോളെന്നോട് ചോദിച്ചു, ചേച്ചി നന്നായിട്ട് ലിപ്പ് അനക്കാതെ നമ്മൾ പാടുന്നതായിട്ടൊന്നും അല്ല, എന്നാലും കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുമക്കൾ ഞാനിവിടെ ഒരു ഷോർട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ അടുത്ത് മൊത്തം ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് നിന്നാണ് ഞാൻ ഈ ഷോർട്ടൊക്കെ അഭിനയിക്കുന്നത്. സത്യമായി എനിക്കിന്ന് ചിരിയും വരും, എന്നാൽ അതിട്ട് പാടുകയും ചെയ്യാം. എന്നാലും 2-3 വരിയൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാനങ്ങ് തട്ടിക്കൂട്ടുക. അങ്ങനെയാണ് എൻ്റെ ഷോർട്ട് കേട്ടോ. ഡാൻസും ഇതൊന്നും അറിയത്തില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ പിള്ളേരെ ചോദിക്കുക
അമ്മയ്ക്ക് ഇതേയോ ഈ സ്റ്റെപ്പേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഡാൻസ് പഠിക്കാൻ എങ്ങാനും പോയിട്ടുണ്ടോ, എനിക്ക് ഈ സ്റ്റെപ്പേ അറിയത്തുള്ളൂ, ഞാൻ ഈ സ്റ്റെപ്പ് തന്നെ ഇടും കേട്ടോ. അപ്പോഴേ ഇഷ്ടം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഷോർട്ടൊക്കെ ഉള്ളതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ കുഞ്ഞു ടിപ്പുമായിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് പോവുകയാണ്. നല്ല വിശേഷങ്ങൾ നല്ല കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും